ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോഡെസ്കിൻ്റെ ഇൻവെൻറ്റർ പ്രൊഫഷണൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അതിൽ ഒരു ഡ്രിൽ ജിഗ് എന്ന് പറയുന്ന ഒരു അസംബ്ലി അത് വരച്ച് അതിൻ്റെ പാർട്സുകളെല്ലാം വരച്ച് അതിനുശേഷം നമ്മൾ അത് അസംബിൾ ചെയ്ത് അതിൻ്റെ ഡ്രോയിങ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് ഡ്രോയിങ്സ്. ഇത് ITI സ്റ്റുഡൻസിന് വേണ്ടിയുള്ള നിമ്മി ബുക്കിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഡ്രിൽ ജിഗ് ലാച്ച് ടൈപ്പാണ്. അപ്പോൾ ആദ്യം വരക്കാൻ പോകുന്നത് പാർട്ട് 1 ജിഗ് ബോഡിയാണ്. പാർട്ട് 1 ജിഗ് ബോഡി എന്ന് പറയുന്ന പാർട്സാണ് വരക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് ആദ്യം ഞാൻ ബേസിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു കാര്യം നേരത്തെ പറയാം, ഇത് ഓരോരുത്തർക്കും പല രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഫൈനൽ ഇത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, പ്രൊഡക്റ്റ് നമ്മൾ ചെക്ക് ചെയ്താണ് 3D മോഡൽ വന്നു കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോയിങ് ആയിട്ട് കറക്റ്റ് ആയിരിക്കണം. പക്ഷേ ഇത് ചെയ്യുന്ന സ്റ്റെപ്പുകൾ പല ആൾക്കാർ പല രീതിയിൽ വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യുന്ന ഏത് രീതി അതാണ് കൂടുതൽ ബെനിഫിറ്റ്. ആ രീതി നമുക്ക് മോഡൽ ടാബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വരുത്തുന്ന പാർട്ടുകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഏറ്റവും കുറവ് വരുത്തുന്ന രീതിയിൽ ചെയ്താൽ ബെസ്റ്റ് ആവും. അപ്പോൾ ഞാൻ സമയം നീട്ടുന്നില്ല, ആദ്യം വരക്കാൻ പോകുന്നത് ജിഗ് ബോഡിയാണ്. അപ്പോൾ ആദ്യം 132/90 16 ഒരു പീസ്, 16ൻ്റെ സെൻറ്ററിലായിട്ട് ഒരു 16ൻ്റെ ഒരു ഹോളുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ന്യൂവിൽ പോകാം. ന്യൂവിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിൻഡ് വരും. അപ്പോൾ ചിലപ്പോൾ ഇത് മാറിയിരിക്കും വരാം. അപ്പോൾ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് മെട്രിക് എടുത്തിട്ട് സ്റ്റാൻഡേർഡ് IPT ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാർട്ടിൻ്റെ ടെംപ്ലേറ്റ് ഓപ്പൺ ആയിട്ട് വരും. പാർട്ടിൻ്റെ ടെംപ്ലേറ്റിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിലാണ് നമ്മൾ ഓരോ പാർട്ടുകളും വരക്കുന്നത്. അപ്പോൾ ഇത് ഇൻവെൻറ്റർ പ്രൊഫഷണൽ 2022 എഡ്യൂക്കേഷണൽ പർപ്പസിന് ഓട്ടോഡെസ്ക് തന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ മോഡൽ എന്ന് പറഞ്ഞ് കാണുന്നതിൽ പാർട്ട് ഇതാണ് നമ്മുടെ ഡിഫാൾട്ടായിട്ട് വരുന്ന പാർട്ട് നെയിം. നമുക്കത് സേവ് ചെയ്യുമ്പോൾ മാറ്റാം. അപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ചേഞ്ച് ആവും. അതിനുശേഷം ഈ ഒറിജിൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിനും അതിന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ 2 പ്ലെയിൻ വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ലൈൻസ് എഡ്ജുകൾ ഒരു ആക്സിസ് ആയിട്ടും ഈ 3 പ്ലെയിൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് സെൻറ്റർ പോയിൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് വിസിബിലിറ്റി ഓൺ ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരേ പ്ലെയിനും വിസിബിലിറ്റി ഓൺ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ 3 പ്ലെയിനുകൾ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇത് ഫസ്റ്റ് പ്ലെയിൻ, ഇത് സെക്കൻഡ് പ്ലെയിൻ, തേർഡ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇത് വെർട്ടിക്കലായിട്ടുള്ള പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടലായിട്ടുള്ള പ്ലെയിൻ, ഇത് നമുക്ക് അഭിമുഖമായിട്ട് വെർട്ടിക്കലായിട്ടുള്ള പ്ലെയിൻ. ഇത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. 3 90 ഡിഗ്രി വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സും എക്സും വരുന്ന 2 പ്ലെയിൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആക്സിസാണ് എക്സ് ആക്സിസ്. ഓക്കെ, അത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഹോമിൽ പോയി കഴിഞ്ഞിട്ട് വ്യൂ ടാബിൽ റൈറ്റ് സൈഡിൽ മുകളിൽ വ്യൂ ടാബിൽ ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐസോമെട്രിക് ഷേപ്പിലാവും. അല്ലെങ്കിൽ ഷിഫ്റ്റ് അമർത്തിയിട്ട് മൗസിൻ്റെ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താലും നമുക്കിത് കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ്. ഓക്കെ, അതുകൂടാതെ നമ്മളിപ്പോൾ എക്സ് ആക്സിസ് സെലക്ട് ചെയ്തു. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സ് സെറ്റും എക്സ് വൈയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻ, ആ ലൈനിൽ വരുന്ന ആക്സിസാണ് എക്സ് ആക്സിസ്. വൈ ആക്സിസ് അതേപോലെ തന്നെ മറ്റ് 2 പ്ലെയിനുകൾ വരുന്നത്. അതിനുശേഷം ഇസഡ് ആക്സിസ്. ഇങ്ങനെ 3 ആക്സിസും ഉണ്ടാവും. കണ്ടോ? 3 ആക്സിസായി. ഇനി ഈ 3 ആക്സിസും ഈ 3 പ്ലെയിനും എല്ലാം ഒറ്റ പോയിന്റിൽ ചേർന്ന് വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഓറിജിൻ എന്ന് പറയുന്നത്, സെൻറ്റർ. ഓക്കെ, ഇതെല്ലാം നമുക്ക് വിസിബിലിറ്റി ഓൺ ചെയ്താൽ ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പ്ലെയിൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്ലെയിൻ, അല്ലെങ്കിൽ നമ്മളൊരു സ്കെച്ച് വരയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് എക്സ്ട്രാ പ്ലെയിൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വിസിബിലിറ്റി ഓൺ ചെയ്ത് വെച്ചിട്ടല്ല വരക്കാറ്. അങ്ങനെ വരച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പം തൽക്കാലം ഞാനതെല്ലാം വിസിബിലിറ്റി ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം ഞാൻ വിസിബിലിറ്റി ഓഫ് ചെയ്യാണ്. ആക്സിസ് 3 കഴിഞ്ഞു. അതിനുശേഷം പ്ലെയിൻ ഓരോന്ന് വിസിബിലിറ്റി ഓഫ് ചെയ്യാണ്. ഓക്കെ,
അപ്പോൾ ആക്ച്വലി ഈ ഒരു ടെംപ്ലേറ്റിൽ പാർട്ടിൻ്റെ ടെംപ്ലേറ്റിൽ ഈ ഇത് പറഞ്ഞതെല്ലാം ഉണ്ട്. ഈ ഒറിജിനിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കെച്ച് വരയ്ക്കണം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ വരക്കുന്നത് ബോട്ടത്തിലാണ് വരക്കുന്നത്. ബോട്ടത്തിൽ വരയ്ക്കുമ്പോൾ ഐസോമെട്രിക് ആക്കി ബോട്ടത്തിലാണ് വരക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലെയിനാണ്. ഈ ഒരു പ്ലെയിൻ എടുത്തിട്ട് XZ പ്ലെയിൻ എടുത്തിട്ട് ഞാൻ അത് സെലക്ട് ചെയ്തിട്ടാണ് സ്കെച്ച് വരക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് 2D സ്കെച്ച് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക് എല്ലാം വിസിബിളായിട്ട് വന്നിട്ടുണ്ട്. സ്കെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിസിബിളായിട്ട് വരും. ഒന്നില്ലെങ്കിൽ ഇവിടെ പോയിട്ട് നമുക്ക് ഈ ഹൊറിസോണ്ടലായിട്ടുള്ള പ്ലെയിൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നേരിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക് അത് നമുക്ക് വരക്കാനായിട്ട് നമുക്ക് മുഖത്തിന് അഭിമുഖമായിട്ട് ആ ഒരു പ്ലെയിൻ ഈ കാണുന്ന പോലെ വരും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വരക്കാനായിട്ട് ഇപ്പോൾ റെക്റ്റാങ്കിൾ എടുത്തിട്ടാണ് ഞാൻ വരക്കാൻ പോകുന്നത്. അപ്പോൾ റെക്റ്റാങ്കിളിൽ 2 പോയിന്റ് സെൻറ്റർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒറിജിനൽ സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഓക്കെ, ഒറിജിനൽ സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ഫിക്സ് ചെയ്തു റെക്റ്റാങ്കിളിൻ്റെ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ നീളവും വീതിയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ളി ഡിഫൈൻഡ് ആവും. ഓക്കെ, ഫുള്ളി ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്കെച്ച് വരച്ചാലും കണ്ടോ ഇത് നമുക്ക് ഷേപ്പ് മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് അപ്പോൾ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ കൊടുത്തിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഡയമെൻഷൻ കൊടുത്ത് ഫിക്സ് ചെയ്യുമ്പോൾ ഈ ബ്ലൂയിഷ് കളറ് ബ്ലാക്ക് കളറിലേക്ക് കൺവെർട്ട് ആവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 90ഉം 132 അല്ലേ നമ്മൾ പറഞ്ഞത്, 132 ഓക്കെ, 132 കൊടുക്കുമ്പോൾ അത് ഫുള്ളി ഡിഫൈൻഡ് ആയി കണ്ടോ ഓരോ ഡയമെൻഷൻ. അപ്പോൾ 132 കൊടുക്കുന്നതിന് മുമ്പാണെങ്കിൽ കണ്ടോ ഇത് പോയി. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 ഫിക്സ് ആയി. അതുകൊണ്ട് ഇത് മുകളിലോട്ട് പോകത്തില്ല, പക്ഷേ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും കണ്ടോ. അപ്പോൾ അതാണ് ഇവിടെ ബ്ലൂയിഷ് കളർ വരുന്നത്. അതിന് 132 കൊടുത്തിട്ട് അതിന് നമ്മൾ 132 കൊടുത്ത് അതും ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഫുള്ളി ഡിഫൈൻഡ് സ്കെച്ച് എന്ന് അല്ലെങ്കിൽ ഫുള്ളി കൺസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ബോട്ടം സൈഡിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സ്കെച്ചായി. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു 16 ഡയാമീറ്ററുള്ള ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 16ൻ്റെ ഹോള് ക്രിയേറ്റ് ചെയ്തു, ഡയമെൻഷൻ ചെയ്തു. ഡയമെൻഷൻ ഇവിടുന്ന് എടുക്കുക, ജസ്റ്റ് ലൈനിൽ സെലക്ട് ചെയ്യുക, പുറത്തോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഓട്ടോമാറ്റിക് അത് ഡയമീറ്റർ എടുക്കും. 16 എഡിറ്റ് ചെയ്യുക, ഡയമെൻഷൻ കീബോർഡിൽ അടിച്ചു കൊടുക്കുക, ഡയമെൻഷൻ ചെയ്യാം. ഫിനിഷ് സ്കെച്ച് കൊടുക്കുക, ഓട്ടോമാറ്റിക് ഇതുമാതിരി വരും. ഓക്കെ, അപ്പോൾ സ്കെച്ച് ഫിനിഷായി. അതിനുശേഷം ഇവിടെ 3D മോഡലിൽ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞിട്ട് കമാൻഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് എടുക്കില്ല. കാരണം ഒറ്റ സിംഗിൾ സ്കെച്ച് ആണെങ്കിൽ കംപ്ലീറ്റ് ക്ലോസ്ഡ് പ്രൊഫൈൽ, അതായത് ക്ലോസ്ഡ് ലൂപ്പിൽ ഒറ്റ സ്കെച്ച് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ റെക്കഗ്നൈസ് ചെയ്യും, തിരിച്ചറിഞ്ഞിട്ട് അത് എക്സ്ട്രൂഡ് ചെയ്യും. ഇവിടെ 2 വരുന്നുണ്ട്, 2 എണ്ണം. കാരണം ഈ റെക്റ്റാങ്കിളിനുള്ളിൽ വരുന്നുണ്ട്, അതുമാതിരി ഈ സർക്കിളിനുള്ളിലും വരുന്നുണ്ട്. കണ്ട ഒരു ഗ്രീനിഷ് കളറിൽ കാണുന്നുണ്ടോ. ഇനി വേണമെങ്കിൽ ഇത് രണ്ടും നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതാ വേണ്ടതെന്ന് കമ്പ്യൂട്ടർ ചോദിക്കും. അതൊക്കെ സെലക്ട് ചെയ്താൽ മാത്രം ഈ പ്രൊഫൈലിൽ പോയിട്ട് സെലക്ട് ചെയ്താൽ മാത്രം അത് എക്സ്ട്രൂഡ് ആവുള്ളൂ. കേട്ടോ, സെലക്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. സെലക്ട് ചെയ്തപ്പോൾ അത് എക്സ്ട്രൂഡായി. ഓക്കെ, ഇനി ആ സർക്കിൾ ഉള്ളിലത്തെ സർക്കിളും വേണമെങ്കിൽ നമുക്ക് പ്രൊഫൈലിൽ പോയിട്ട് അതും സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ. ഓക്കെ, പ്രൊഫൈലിൽ പോയിട്ട് അതും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും അതായത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു റെക്റ്റാങ്കിളായിട്ട് വരും. അതായത് എക്സ്ട്രൂഡിൽ പോയിട്ട് ഇതും സെലക്ട് ചെയ്യാം, ഇതും സെലക്ട് ചെയ്യാം. അപ്പോൾ ഫുള്ള് റെക്റ്റാങ്കിളായിട്ട് വരും. ഓക്കെ, 2 പ്രൊഫൈലും സെലക്ട് ആയി. ഓക്കെ, ഇനി ഉള്ളിലത്തെ സർക്കിൾ മാത്രം അങ്ങനെ സെലക്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇവിടെ വേണ്ടത് ഈ പുറത്ത് മാത്രം മതി. അതുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ ഇതിൽ മുകളിലേക്കാണ് വരച്ചത് നമ്മളൊരു പ്ലെയിനിലാണ് വരച്ചത് അല്ലേ. ആ പ്ലെയിനിൻ്റെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വരച്ച സ്കെച്ചിൻ്റെ മുകളിലേക്കാണ് എക്സ്ട്രൂഡ് ആയിരിക്കുന്നത്, അതായത് 3D വന്നിരിക്കുന്നത്. അത് 10 mm ആണ് വന്നിരിക്കുന്നത്. നമുക്ക് 16 mm ആണ് വേണ്ടത്. 16 കൊടുത്തു. അപ്പോൾ വരച്ച് പ്ലെയിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നത്. അത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്ട്രൂഷൻ 1 എന്ന് പറഞ്ഞ മോഡൽ ടാബിൽ കാണാൻ പറ്റും. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ അമർത്തി എഡിറ്റ് ഫീച്ചർ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതിലേക്ക് വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് താഴേക്കാണ് വരച്ച സ്കെച്ചിൻ്റെ താഴേക്കാണെങ്കിൽ ഈ ഡയറക്ഷനിൽ സെക്കൻഡ് ഫ്ലിപ്പ്ഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഫ്ലിപ്പ്ഡ് ഡിഫാൾട്ടാണ് മുകളിലേക്ക് പോയത്. ഫ്ലിപ്പ്ഡ് എടുത്തു കഴിഞ്ഞാൽ വരച്ച സ്കെച്ചിന് താഴേക്ക് 16 mm എക്സ്ട്രൂഡ് ആവും. ഇനി അതല്ല 2 സൈഡിലേക്കും 8 mm വെച്ച് മുകളിലേക്കും താഴേക്കും വരുത്തണമെങ്കിൽ
സിമെട്രിക് ഓപ്ഷൻ, മൂന്നാമത്തെ സിമെട്രിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8 mm താഴേക്കും 8 mm മുകളിലേക്കും വരച്ച സ്കെച്ചിനെ ബേസ് ചെയ്തിട്ട് വരും. അൺസിമെട്രിക് ഉണ്ട്, അസിമെട്രിക് ഉണ്ട്. അസിമെട്രിക് എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. മുകളിലേക്ക് 16ഉം അടിയിലേക്ക് 8ഉമാണ് വന്നിരിക്കുന്നത്, നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമെട്രിക്കാണ് ഞാൻ കൊടുക്കുന്നത്. സിമെട്രിക്ക് 8 കൊടുത്തു, അല്ലെങ്കിൽ മുകളിലേക്ക് വേണമെങ്കിൽ മുകളിലേക്ക് കൊടുക്കാം. ഓക്കെ, ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മുകളിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഓക്കെ കൊടുക്കുകയാണ്. ഫസ്റ്റത്തെ കണ്ടീഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വരച്ച ഒബ്ജക്റ്റിൻ്റെ ഏത് പ്ലെയിൻ വേണമെങ്കിലും നമുക്ക് അടുത്ത റെഫറൻസിന് സ്കെച്ചിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത് ഉപയോഗിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഐസോമെട്രിക് ജസ്റ്റ് ഇവിടെ ഹോമിൽ പോയി ക്ലിക്ക് ചെയ്താൽ ഐസോമെട്രിക് പൊസിഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യാം, ഇവിടെ നമുക്ക് ഫ്രണ്ടും ബാക്കും വരക്കാം. അപ്പോൾ അതിൻ്റെ ഫിഗർ ജസ്റ്റ് നോക്കാം. അതിൻ്റെ ഫിഗർ ഫ്രണ്ടിൽ 15 ആണ് വരുന്നത്. ഇവിടെ ഒരു 16 ഒരു ഹോളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെ വരക്കണേ നോക്കാം. അപ്പോൾ ആദ്യം ബാക്കിൽ ക്രിയേറ്റ് സ്കെച്ച്, ലാസ്റ്റ് ഓപ്ഷനാണ് അതിൽ ക്രിയേറ്റ് സ്കെച്ച്, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് സ്റ്റാർട്ട് 2D സ്കെച്ച് കൊടുത്താലും മതി. ആ സെയിം തന്നെയാണ് ഈ ലാസ്റ്റ് കാണുന്ന ഐക്കൺ. ക്രിയേറ്റ് സ്കെച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക് ഇതുമാതിരി വരും. ഇനി ഇതുമാതിരി വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അത് ഹൊറിസോണ്ടലായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഈ ഒരു പൊസിഷനിൽ വരുത്താൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരെ മുകളിലേക്ക് പോയിട്ട് റഫായിട്ട് നമ്മുടെ സ്കെച്ച് വരക്കാം. കൺസ്ട്രെയിൻ ഇതിൽ ഇൻവോൾവ് ആകാതിരിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കണം. കൺസ്ട്രെയിൻസ് അത് നോക്കാം, നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ വരക്കാം. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന കൺസ്ട്രെയിൻസ് ഓട്ടോമാറ്റിക് എടുക്കും വരക്കുന്ന സമയത്ത്, അതല്ല നമുക്ക് കൊടുത്ത് ചെയ്യാം. ഇത് രണ്ടും ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ എടുത്തിട്ട് രണ്ടും ഈക്വലായിട്ട് കൊടുക്കാം. ഇത് രണ്ടും ഓൾറെഡി ഈക്വലാണ്, അതുകൊണ്ട് എറർ വരും. കണ്ടോ, ഓൾറെഡി ഹൊറിസോണ്ടൽ ലൈൻ ആയതുകൊണ്ട് ഈക്വലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഡയമെൻഷൻ കൊടുക്കാം. ഡയമെൻഷൻ ഇത് 15 mm ആണ്. 15 അല്ലേ, കൺഫേം ചെയ്യുക. 15 ആണ്. 15 16 ആണ്. ഓക്കെ, 15 ഇത് 16. ഇത് രണ്ട് ഈക്വൽ കൊടുത്തതുകൊണ്ട് അതും 15 ആയിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഡയമെൻഷൻ നമ്മൾ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഒരു പൊസിഷൻ മാറിപ്പോയിട്ടുണ്ട്. ആ പൊസിഷൻ മാറിപ്പോകുമ്പോൾ നമ്മളിവിടെ കൺസ്ട്രെയിൻ എടുത്തിട്ട് ഈ ഒരു പോയിൻ്റ് ഈ ഒരു എൻഡിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് അത്രയും ഭാഗം ഫുള്ളി കൺസ്ട്രെയിൻഡ് ആയി. ഇനി കുറച്ച് ഡയമെൻഷൻ കൂടി കൊടുക്കാനുണ്ട്. ആ ഡയമെൻഷൻ നമ്മളിവിടെ നോക്കാം. ഇവിടെ നോക്കിയിട്ട് നമുക്ക് ബേസിൽ നിന്ന് 28 + 58 അതാണ് നമ്മുടെ ടോട്ടൽ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഡയമെൻഷൻ എടുക്കുക, 28 + 58. അപ്പോൾ നമ്മൾ ഫുള്ളി ഡിഫൈൻഡ് ആയി. സ്കെച്ച് ഓൾറെഡി ബ്ലാക്കിലേക്ക് വന്നു, ഫുള്ളി ഡിഫൈൻഡ് ആയി. ഓക്കെ, ഫിനിഷ് ചെയ്യാം. ഫിനിഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത്, നമുക്ക് ഹോമിലൊക്കെ അടിക്കാം. ഓക്കെ, അതിനുശേഷം എക്സ്ട്രൂഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇവിടെ 3D ഉള്ളതുകൊണ്ട് പുറത്തേക്കാണ് എക്സ്ട്രൂഡ് ആയിരിക്കുന്നത്. ആരും കണ്ടോ, പുറത്തേക്കാണ്. വരച്ച സ്കെച്ച് ഇതിൻ്റെ പ്രതലത്തിലായിരുന്നു, അത് പുറത്തേക്ക് എക്സ്ട്രൂഡായി. പക്ഷെ നമുക്ക് വേണ്ടത് ഉള്ളിലേക്കാണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡയറക്ഷൻ മാറ്റി കൊടുക്കുക. ഡയറക്ഷൻ മാറ്റി കൊടുക്കുമ്പോൾ ഇതിവിടെ ഓൾറെഡി 3D ഉള്ളത് കൊണ്ട്, 3D പീസ് ഉള്ളത് കൊണ്ട്, ഇവിടെ മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് കട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറും. അപ്പോൾ കട്ട് എന്ന് പറയുന്നത് ഈ ബൂലിയൻ ഓപ്പറേഷനിൽ ആദ്യത്തെ ജോയിൻ, സെക്കൻഡാണ് കട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്ഷൻ മാറ്റി കൊടുത്താൽ ഓട്ടോമാറ്റിക് ഈ ബൂലിയൻ കട്ടിലേക്ക് മാറും. കാരണം അവിടെ 3D ഉണ്ട്. ആ 3Dയിൽ നിന്ന് ഒഴിവാക്കാനാണ് കമ്പ്യൂട്ടർ അതിൻ്റെ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ 3D ക്രിയേറ്റ് ചെയ്യാനായതുകൊണ്ട് നമ്മളത് ബൂലിയനിൽ പോയിട്ട് ജോയിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ. ഇനി ഇവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇനി ഫ്രണ്ടിൽ സെയിം നമ്മൾ ഒരു സ്കെച്ച് വരയ്ക്കണം. അപ്പോൾ ഈ പ്ലെയിൻ സെലക്ട് ചെയ്തു, അതിനുശേഷം ക്രിയേറ്റ് സ്കെച്ച് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ സ്കെച്ച് സ്റ്റഡി ചെയ്യുക. അതിൻ്റെ സ്കെച്ചിൻ്റെ ഒരു സിമെട്രി ഭാഗം കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഷേപ്പ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഷേപ്പ് വരച്ചിട്ട് നമുക്ക് വരാം. ഓക്കെ,
ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരയ്ക്കുമ്പോൾ മാക്സിമം സ്കെച്ച് വിട്ടു പോയി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. എപ്പോഴും ക്ലോസ്ഡ് ലൂപ്പായിരിക്കണം, അല്ലെങ്കിൽ സ്കെച്ച് എക്സ്ട്രൂഡ് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് 3D ആയതുകൊണ്ട്, അതായത് ഇത് സിമിട്രി ആയതുകൊണ്ട് രണ്ട് സൈഡും ഈക്വലാണ്. വേണമെങ്കിൽ നമുക്ക് മിറർ എടുക്കാം പാതി വരച്ചിട്ട്. ഇപ്പോൾ ഇത് വളരെ ഈസി ആയതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് വരയ്ക്കണം. ഇതിൻ്റെ ഡയമെൻഷൻസ് എനിക്ക് ഓർമ്മയുള്ളത് ഇതൊരു 5 mm ആണ്. ഓർമ്മയുള്ളത് ഞാൻ ചെയ്യണം. ഇതൊരു 5 mm ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡയമെൻഷൻസ് ചെക്ക് ചെയ്യാം. ബാക്കി ഇത് 13 ആണ്. 13, ഇത് ഹോളിലേക്ക് 10, അപ്പോൾ 28. ഹോളിൽ നിന്ന് 10 ആണ് വരുന്നത്, അപ്പോൾ 38 ആണ് കേട്ടോ. ഇത് 13, ഇത് ഈക്വലാണ്, അപ്പോൾ നമുക്ക് ഈക്വലാകാം. ഇതും ഈക്വലാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ നമുക്കിവിടെ കളർ മാറിയിട്ടില്ല, അപ്പോൾ അത് നോക്കാം നമുക്ക് എന്താ പ്രശ്നം. ഈ ഒരു പോയിൻ്റ് ഇതിൽ ഫിക്സ് ചെയ്യുക. ഓൾറെഡി ഫിക്സ് ആണ്. ഈ ഒരു പോയിൻ്റ് ഇതിൽ ഫിക്സ് ചെയ്യുക. ഓക്കെ, ഫിക്സ് ചെയ്തു. അപ്പോൾ അതായിരുന്നു പ്രശ്നം. അതിനുശേഷം നമുക്ക് ഇത് 24 ആണ് ഡയമെൻഷൻ. ഇത് തമ്മിൽ ഗ്യാപ്പ് 24 ആണ്. ഓൾറെഡി അത് 24 ആയിരിക്കുള്ളൂ, അങ്ങനെ വരാം. ഇനി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇവിടെ 28 പ്ലസ് 10 ദെൻ 38. ഇതാണ് ഇതിൻ്റെ ഫിഗർ വരാം. ഫിനിഷ് ചെയ്യുക. സെയിം എക്സ്ട്രൂഡ് കൊടുക്കുക. ഈ സ്കെച്ച് ഇവിടെ പോയി സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ വരക്കുന്ന ഓരോ പാർട്സ്, ഓരോ സ്റ്റെപ്പ് ഇവിടെ കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ പോയി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഷിഫ്റ്റ് അമർത്തി റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഫേസിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേക്കണേ, ഇവിടെ ഒരു ലൈൻ മിസ്സിങ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് 3D ക്രിയേറ്റ് ആകാത്തത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരെയാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കെച്ച് ചെയ്യുക. അതിനുശേഷം ഒരു ലൈൻ എടുത്തിട്ട് ഇവിടെ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് ക്ലോസ്ഡ് റീജിയൻ കിട്ടാത്തതുകൊണ്ട് എക്സ്ട്രൂഡ് നടക്കുന്നതല്ല. ഓക്കെ, ഇത് ഡയറക്ഷൻ മാറിപ്പോയി. അപ്പോൾ ഡയറക്ഷൻ ഫ്ലിപ്പ് ചെയ്തു, അപ്പോൾ കട്ടായി. അത് ബലൂണിയും ചെയ്തു, ഓക്കെ കൊടുത്തു. ഇതാണ് നമ്മുടെ ബേസിക് മോഡൽ. ഇനി 2 ഹോള് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഹോള് ഈ ഒരു സൈഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹോള് ചെയ്തു. 2 ഹോളാണ് വരുന്നത്. ഒന്ന് ഇവിടെ മുകളിലായിട്ടും ഒന്ന് ഏകദേശം ഇവിടെ താഴെയായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് 8 mm ഹോളാണ്. 8 mm ഹോളാണ്. 2 ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇതും ഈക്വലാണെന്ന് പറയാം. ഓക്കെ, രണ്ടും ഈക്വലാണ്. 2 ഹോള്, ഒന്ന് 8 mm, ഇതും 8 mm H7 ആണ്. ഒന്ന് 7 mm, ഒന്ന് 28 mm. 7 mm ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇത് 7 mm ഡെപ്തിൽ, ഒന്ന് 28 mm, 28 mm ബോട്ടം സൈഡിൽ നിന്ന്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫേസിൽ നിന്ന് ഇത് സെൻട്രലായിരിക്കും മിക്കവാറും. അപ്പോൾ 16 ആകുമ്പോൾ 8 തന്നെ ആയിരിക്കും. ഓക്കെ, ഇതും അതുപോലെ തന്നെ സെൻട്രലായിരിക്കും, അതുകൊണ്ട് 8 കൊടുക്കും. അപ്പോൾ 2 ഫുള്ളി ഡിഫൈൻഡായി. ഫിനിഷ് സ്കെച്ച്. അതിനുശേഷം എക്സ്ട്രൂഡ് 2 പ്രൊഫൈൽ ഉള്ളതുകൊണ്ട് ഈ ഒരു പ്രൊഫൈലും സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇപ്പുറത്തെ പ്രൊഫൈലും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക് അവിടെ എക്സ്ട്രൂഷനാണ് വന്നത്. നമുക്ക് കട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഡെപ്ത്ത് എത്ര ഡെപ്തിൽ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് ത്രൂ ഹോളാണ് വേണ്ടത്. അതായത് എവിടെയൊക്കെ മെറ്റീരിയൽ ഉണ്ട് ആ മെറ്റീരിയൽ മുഴുവൻ കളയണം. അപ്പോൾ ത്രൂ ഹോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് എവിടെയൊക്കെ അതിൻ്റെ മെറ്റീരിയൽ ഉണ്ട് അതങ്ങനെ പോയിക്കോളും. ഓക്കെ കൊടുക്കുക. ഫിനിഷ്. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒരു 16 mm ബേസ് ഉണ്ട്. അപ്പോൾ ഇത് അടിയിലാണ് വരക്കുന്നത്. അപ്പോൾ അടിയിൽ എടുത്തിട്ട് ആ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് സ്കെച്ച് കൊടുത്തു. അതിനുശേഷം റെക്റ്റാങ്കിളിൽ ഫസ്റ്റ് 2 പോയിൻ്റ് റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഞാൻ 4 കോർണറിൽ ഈ കാണുന്ന പോലെ വരച്ചെടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്കിത് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ സൈൻ എടുത്തിട്ട് കുറേ ഈ ഹൊറിസോണ്ടൽ ലൈൻസ് എല്ലാം ഈക്വലാക്കാം. ഓക്കെ, ഇത് ഓൾറെഡി ഈക്വലാണ്, അതുകൊണ്ടാണ് എറർ വന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺസ്ട്രെയിൻ ഉണ്ടാവും, അത് അങ്ങനെയും എറർ വരാം. ഇത് ഈക്വലായി. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ എല്ലാം ഈക്വലായി. അതിനുശേഷം ഈക്വലാക്കേണ്ടത് വെർട്ടിക്കൽ ലൈൻസ് ആണ്. ഇതും ഓൾറെഡി ആണ്.
ഇതും ആക്കി ഇതും ആക്കി. അപ്പോൾ അത് എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിന് ഡയമെൻഷൻ കൊടുക്കാം. ഡയമെൻഷൻ 16 ആണെന്ന് തോന്നുന്നു. നമുക്ക് 16 കൊടുക്കാം. പിന്നെ ഈ രണ്ട് സൈഡും 16 ആണോ ഈ സ്ക്വയർ ആണോ നമുക്ക് ഡൗട്ട് ഉണ്ട്. 16ൻ്റെ സ്ക്വയറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറ്റ ഡയമെൻഷൻ കൊടുത്താൽ മതി. ഇതും ഈക്വലാണ്. ഓക്കെ, ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഡെപ്ത്ത് വന്നിട്ട് 5 mm ആണ്. അപ്പോൾ ഇത് എക്സ്ട്രൂഡ് ഈ ഒരു ഫേസ് 5 mm 5 mm ഇവിടെ കൊടുക്കുക, ഫിനിഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാർട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാർട്ട്. ഇത് ഐസോമെട്രിക്കിൽ എടുത്താൽ ഇതുപോലെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ മെറ്റീരിയൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഏതാണെന്ന് നോക്കാം. മെറ്റീരിയൽ MS ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു നമ്പർ MS. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടെ ജനറിക്കിൽ പോയിട്ട് MS എന്ന് പറയുമ്പോൾ മൈൽഡ് സ്റ്റീലാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ മൈൽഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. സ്റ്റീൽ മൈൽഡ് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. സേവ് ചെയ്ത് അപ്പോൾ സേവ് കൊടുത്തതിന് മുകളിൽ സേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടിൻ്റെ പേര് എന്നിട്ടാ ജിഗ് ബോഡി എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. ജിഗ് ബോഡി. ആക്ച്വലി ഈ പാർട്സ് സേവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, ഡ്രിൽ ജിഗ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അതിൽ ജിഗ് ബോഡി എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാണ്. ശരിക്കും ഫയൽ നെയിം എപ്പോഴും പാർട്ട് നമ്പറായിട്ടാണ് ഡീഫാൾട്ടായിട്ട് വരാം. പക്ഷേ അത് നമുക്ക് പിന്നീട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാനിപ്പോൾ പാർട്ട് നെയിമിൽ തന്നെ സേവ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഇത് നിങ്ങൾ നോക്കുക. അടുത്ത പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.